അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ചോദ്യോത്തരങ്ങൾ സൂറ അൽ ബഖറയിലെ 184 മുതൽ 187 വരെയുള്ള ആയത്തുകളിൽ നിന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, മഅദൂദാത്ത് ആയത്ത് 184-ൽ ഉപയോഗിച്ച ഈ പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ എണ്ണമില്ലാത്തത്, ഓപ്ഷൻ ബി എണ്ണപ്പെട്ടവ, ഓപ്ഷൻ സി നീളമേറിയവ, ഓപ്ഷൻ ഡി പ്രയാസമേറിയവ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി എണ്ണപ്പെട്ടവ അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ, മഅദൂദാത്ത്. ഫിദിയ 184-ാം ആയത്തിൽ ഉപയോഗിച്ച ഈ പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ പ്രതിഫലം, ഓപ്ഷൻ ബി ശിക്ഷാ നടപടി, ഓപ്ഷൻ സി പ്രായശ്ചിത്തം അല്ലെങ്കിൽ പകരം നൽകുന്നത്, ഓപ്ഷൻ ഡി കടം വീട്ടൽ. ശരി ഉത്തരം ഓപ്ഷൻ സി പ്രായശ്ചിത്തം അല്ലെങ്കിൽ പകരം നൽകുന്നത്. ഫിദ്യ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമാണ്. അടുത്ത ചോദ്യം, അൽ ഫുർഖാൻ ആയത്ത് 185-ൽ ഖുർആനിനെ കുറിച്ച് ഉപയോഗിച്ച ഈ പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ പ്രഭാഷണം, ഓപ്ഷൻ ബി സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നത്, ഓപ്ഷൻ സി നിയമങ്ങളുടെ സമാഹാരം, ഓപ്ഷൻ ഡി പവിത്രമായ ഗ്രന്ഥം. ശരി ഉത്തരം ഓപ്ഷൻ ബി സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നത്, അൽ ഫുർഖാൻ. അടുത്ത ചോദ്യം, വലിതുകബ്ബിറുല്ലാഹ് ആയത്ത് 185-ന്റെ അവസാനം പറയുന്ന ഈ കൽപ്പനയുടെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടാൻ, ഓപ്ഷൻ ബി നിങ്ങൾ അല്ലാഹുവെ മഹത്വപ്പെടുത്താൻ, ഓപ്ഷൻ സി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഓപ്ഷൻ ഡി നിങ്ങൾ അല്ലാഹുവിനെ കാണാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി അല്ലാഹുവെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ തക്ബീർ ധ്വനിക്കാൻ. ആകിഫൂൻ ആയത്ത് 187-ൽ ഉപയോഗിച്ച ഈ പദത്തിന്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ യാത്ര ചെയ്യുന്നവർ, ഓപ്ഷൻ ബി ഉറങ്ങുന്നവർ, ഓപ്ഷൻ സി ഭജനമിരിക്കുന്നവർ, ഓപ്ഷൻ ഡി വസ്ത്രം ധരിക്കുന്നവർ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ഭജനമിരിക്കുന്നവർ അല്ലെങ്കിൽ ഈത്തിക്കാഫ് ഇരിക്കുന്നവർ. അടുത്ത ചോദ്യം, മുൻകാല സമുദായങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിലൂടെ ഖുർആൻ ലക്ഷ്യമാക്കുന്ന പ്രധാന ആത്മീയ ഗുണം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും, ഓപ്ഷൻ ബി നിങ്ങൾ ഭയഭക്തിയുള്ളവരാകാൻ, ഓപ്ഷൻ സി സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ, ഓപ്ഷൻ ഡി പട്ടിണിയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ മാത്രം. ശരി ഉത്തരം ഓപ്ഷൻ ബി നോമ്പിന്റെ ആത്യന്തിക ലക്ഷ്യം തഖ്വ സിദ്ധിക്കലാണ് അല്ലെങ്കിൽ ദൈവഭക്തി ഉണ്ടാവലാണ്. അടുത്ത ചോദ്യം, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ച ഭാഗത്ത് അല്ലാഹു എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം അയ്യാമം മഅദൂദാത്ത് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണമെന്ത്? ഓപ്ഷനുകൾ നോക്കാം. വർഷം മുഴുവൻ നോമ്പ് ആവശ്യമില്ലെന്നും ഇത് മനുഷ്യന് പ്രയാസകരമല്ലാത്ത ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണെന്നും ബോധ്യപ്പെടുത്തി മനസ്സിന് എളുപ്പം തോന്നിക്കാൻ,
ഓപ്ഷൻ ബി, നോമ്പ് നോൽക്കേണ്ട തീയതികൾ കൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കാൻ. ഓപ്ഷൻ സി, ഓരോ മാസവും 3 നോമ്പ് വീതം നോറ്റാൽ മതിയെന്ന് പഠിപ്പിക്കാൻ. ഓപ്ഷൻ ഡി, പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്നതിനാൽ. ശരി ഉത്തരം നോക്കാം. അയ്യാമം മൗദൂദാത്ത്, ഏതാനും ദിവസങ്ങളിൽ എന്ന പ്രയോഗം മനസ്സിന് ആശ്വാസം നൽകുന്നതാണ്. രോഗിയോ യാത്രികനോ ആയ ഒരാൾക്ക് റമദാനിലെ നോമ്പ് ഒഴിവാക്കാൻ ഇളവ് നൽകിയ ശേഷം ഖുർആൻ വെക്കുന്ന നിബന്ധന എന്താണ്? ഓപ്ഷൻ എ, അവർ പിന്നീട് ആ ദിവസങ്ങൾക്ക് പകരമായി അത്രയും ദിവസത്തെ നോമ്പ് മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടണം. ഓപ്ഷൻ ബി, അവർ പിന്നീട് വലിയ തുക പ്രായശ്ചിത്തം നൽകണം. ഓപ്ഷൻ സി, അവർക്ക് ആ നോമ്പുകൾ പൂർണ്ണമായി മാപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി, അവർ അടുത്ത വർഷം ഇരട്ടി നോമ്പ് നോൽക്കണം. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ എ, ഒഴിവായ നോമ്പുകൾ മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടണം. അടുത്ത ചോദ്യം, നോമ്പ് നോൽക്കാൻ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ നൽകേണ്ട ഫിദിയ, പ്രായശ്ചിത്തം എന്താണെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ, ഒരു അടിമയെ മോചിപ്പിക്കുക. ഓപ്ഷൻ ബി, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക. ഓപ്ഷൻ സി, ഒരു പള്ളി നിർമ്മിച്ച് നൽകുക. ഓപ്ഷൻ ഡി, 3 ദിവസത്തെ സുന്നത്ത് നോമ്പ് നോൽക്കുക. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി, ഒരു മിസ്കീന് ഭക്ഷണം നൽകൽ ആണ് ഫിദിയ. നോമ്പ് നോൽക്കാൻ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ നൽകേണ്ടത് ഒരു മിസ്കീന് ഭക്ഷണം നൽകലാണ്. അടുത്ത ചോദ്യം, രോഗവും യാത്രയും ഉള്ളവർക്ക് ഇളവ് നൽകിയിട്ടും പ്രയാസങ്ങൾ സഹിച്ചാണെങ്കിലും നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് ഖുർആൻ നൽകുന്ന വിലയിരുത്തൽ എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ, യാത്രയിൽ നോമ്പ് നോൽക്കൽ ഹറാമാണ്. ഓപ്ഷൻ ബി, ഇളവ് ഉപയോഗിക്കാത്തത് വലിയ കുറ്റമാണ്. ഓപ്ഷൻ സി, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നോമ്പ് നോൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. ഓപ്ഷൻ ഡി, രോഗി നോമ്പ് നോറ്റാൽ അത് അല്ലാഹു സ്വീകരിക്കില്ല. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി, നോമ്പ് നോൽക്കുന്നതാണ് ഉത്തമമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഖൈറുൽ ലക്കും, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നോമ്പ് നോൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം, കൂടുതൽ ഉത്തമം. ഖുർആന്റെ പ്രധാന ഗുണവിശേഷങ്ങളായി ഈ ഭാഗത്ത് വിശേഷിപ്പിച്ചിട്ടുള്ള ഹുദൻ, ഫുർഖാൻ എന്നീ പദങ്ങളുടെ ശരിയായ അർത്ഥങ്ങൾ യഥാക്രമം ഏവയാണ്? ഓപ്ഷനുകൾ പരിശോധിക്കാം. ഹുദൻ, ഫുർഖാൻ എന്നീ പദങ്ങളുടെ ശരിയായ അർത്ഥങ്ങളാണ്. ഓപ്ഷൻ എ, ചരിത്ര ഗ്രന്ഥം, നിയമസംഹിത. ഓപ്ഷൻ ബി, സന്മാർഗദർശനം, സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നത്. ഓപ്ഷൻ സി, പ്രാർത്ഥനകളുടെ സമാഹാരം, ശാസ്ത്രീയ തെളിവുകൾ. ഓപ്ഷൻ ഡി, ആത്മീയ വിജ്ഞാനം, കവിതാ സമാഹാരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹുദൻ എന്ന് പറയുന്നത് സന്മാർഗം, ഫുർഖാൻ എന്ന് പറയുന്നത് സത്യാസത്യ വേർതിരിവ്. അടുത്ത ചോദ്യം, നോമ്പിന്റെ നിയമങ്ങൾ വ്യക്തമാക്കുന്നതിനിടയിൽ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ഇസ്ലാമിലെ നിയമങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാമെന്നതുകൊണ്ട്. ഓപ്ഷൻ ബി, യാത്രക്കാർക്കും രോഗികൾക്കും ഇളവുകൾ നൽകിയതും മതം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കാത്തതുമായതുകൊണ്ട്. ഓപ്ഷൻ സി, നോമ്പ് നോൽക്കുന്ന സമയത്ത് ഉറങ്ങാൻ അനുവാദമുള്ളതുകൊണ്ട്. ഓപ്ഷൻ ഡി, റമദാൻ മാസത്തിൽ പകൽ സമയം കുറവായതുകൊണ്ട്. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി, ഇസ്ലാം ഇളവുകൾ നൽകുന്നു, പ്രയാസം ഉദ്ദേശിക്കാത്ത മതമാണ്. അടുത്ത ചോദ്യം, നോമ്പ് കാലത്തെ രാത്രികളിൽ ഭക്ഷണവും പാനീയങ്ങളും കഴിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയപരിധി ഖുർആൻ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ
അസ്തമിക്കുന്നത് മുതൽ അർദ്ധരാത്രി ആകുന്നതുവരെ. ഓപ്ഷൻ ബി, പ്രഭാതത്തിൻ്റെ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂലിൽ നിങ്ങൾക്ക് വേർതിരിഞ്ഞ് വ്യക്തമാകുന്നതുവരെ. ഓപ്ഷൻ സി, സൂര്യൻ ആകാശത്തിൻ്റെ മധ്യത്തിൽ വരുന്നതുവരെ. ഓപ്ഷൻ ഡി, നക്ഷത്രങ്ങൾ പൂർണ്ണമായി ആകാശത്ത് തെളിയുന്നതുവരെ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഫജർ ഉദിക്കുന്നതുവരെയാണ് ഭക്ഷണ സമയം. അടുത്ത ചോദ്യം, റമളാനിലെ രാത്രികളിൽ ഭാര്യമാരുമായി ദാമ്പത്യബന്ധം പൂർണ്ണമായി വിലക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ്? ചോദ്യം ശ്രദ്ധിക്കുക. റമളാനിലെ രാത്രികളിൽ ഭാര്യമാരുമായി ദാമ്പത്യബന്ധം പൂർണ്ണമായി വിലക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ്? ഓപ്ഷൻ എ, നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ. ഓപ്ഷൻ ബി, നിങ്ങൾ രോഗബാധിതരായിരിക്കുമ്പോൾ. ഓപ്ഷൻ സി, നിങ്ങൾ പള്ളികളിൽ ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി, വീട്ടിൽ അതിഥികൾ ഉള്ളപ്പോൾ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി, ഇത്തിക്കാഫ് സമയത്ത് ദാമ്പത്യബന്ധം വിലക്കപ്പെട്ടിരിക്കുന്നു. ജസാക്കല്ലാഹ് ഖൈർ.